നെക്സ്റ്റ് ടോപ്പിക് ഫ്രീ ഹോസ്റ്റിംഗ്. നമുക്ക് വെബ് ഹോസ്റ്റിംഗ് പൈസ കൊടുത്തിട്ടും ചെയ്യാം, ഫ്രീ ആയിട്ടും ചെയ്യാം. ഫ്രീ ആയിട്ട് വെബ് ഹോസ്റ്റിംഗ് ചെയ്യാനായിട്ടുള്ള വെബ്സൈറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ ചെറിയൊരു പ്രശ്നം എന്താ വരിക എന്ന് വെച്ചാൽ 5 MB വരെ സ്പേസൊക്കെ ചിലപ്പോൾ അവർ തരുള്ളൂ. അപ്പോൾ അതനുസരിച്ചുള്ള വെബ്സൈറ്റും അതനുസരിച്ച് ഇൻഫർമേഷൻസ് കുറവേ നമ്മൾ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, ടെംപ്ലേറ്റ്സ് അവിടെ ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറേ ഡിസൈൻസും സ്റ്റൈൽസൊക്കെ അവൈലബിൾ ആയിരിക്കും. അത് നമ്മൾ തിരഞ്ഞെടുത്ത് അതിലൂടെ വേണം ഈ വെബ്സൈറ്റിനെ നമ്മൾ ഉണ്ടാക്കാനായിട്ട്. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറേ വെറൈറ്റി ഡിസൈനുകളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഇനി എക്സാമ്പിൾ google.com എക്സാമ്പിളാണ്. അതുപോലെ yola.com എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റുകളുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് ഇതുപോലെ ഫ്രീ വെബ്സൈറ്റ്സ് ഉണ്ടാക്കാം. ഇനി കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം CMS ആണ് അടുത്തത്. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ക്രിയേറ്റിംഗ്, അഡ്മിനിസ്ട്രിങ് ആൻഡ് പബ്ലിഷിംഗ് ഓഫ് വെബ്സൈറ്റ്സ്. നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അഡ്മിനിസ്റ്റർ ചെയ്യാം, പബ്ലിഷ് ചെയ്യാം വെബ്സൈറ്റുകൾ. ഇനി അതുപോലെ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു ടെംപ്ലേറ്റ്, ഒരു ഡിസൈൻ നമ്മൾ ചൂസ് ചെയ്യണം. എന്നിട്ട് ആ ഡിസൈനിനെ നമ്മൾ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് ടൈറ്റിൽ ആഡ് ചെയ്യാം, ഇമേജ് ആഡ് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻസ് ആഡ് ചെയ്യാം. ഏത് ഡിസൈനാണ് സെലക്ട് ചെയ്ത് വെച്ചാൽ അതിനനുസരിച്ച്. അപ്പോൾ നമുക്ക് ആ രീതിയിലുള്ള ഒരു കണ്ടന്റ് ഡെവലപ്പ് ചെയ്തൊരു വെബ്സൈറ്റ് ആക്കി മാറ്റാം. അതായത് നമ്മളിപ്പോൾ വേർഡൊക്കെ എടുത്തിട്ട് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വേർഡിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡിസൈൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ആണ് ഈ സംവിധാനം. ഇതിന് എക്സാമ്പിൾ വേർഡ് പ്രസ് ആണ്. ഇനി അതുപോലെ റെസ്പോൺസീവ് വെബ് ഡിസൈൻ ആണ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്ക്. റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വെബ്സൈറ്റിനെ മൊബൈലിൽ ഓപ്പൺ ചെയ്യുന്നു, അതുപോലെ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്യുന്നു. പറയുമ്പോൾ ഓപ്പൺ ചെയ്യുന്നത് സെയിം വെബ്സൈറ്റ് തന്നെയാണ്. പക്ഷേ നമ്മൾ മൊബൈലിൻ്റെ സ്ക്രീൻ ചെറുതായതുകൊണ്ട് അതിലൂടെ കാണുമ്പോൾ ആ സ്ക്രീൻ നമ്മൾ ഏത് വെബ്സൈറ്റാണോ ഓപ്പൺ ചെയ്തത് ആ സ്ക്രീൻ ചെറുതായിട്ടാണ് കാണുന്നത്. അതേസമയം കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ വലുതായതുകൊണ്ട് ആ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൻ്റെ വലിപ്പത്തിനനുസരിച്ചാണ് നമുക്ക് ആ വെബ്സൈറ്റ് ഓപ്പൺ ആവുമ്പോൾ ആ സ്ക്രീൻ വലുതായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഏത് ആപ്ലിക്കേഷൻ നമ്മൾ ഏത് ഡിവൈസിലാണ് ഓപ്പൺ ചെയ്യുന്നത് അതനുസരിച്ച് ആ സ്ക്രീനിൻ്റെ സൈസ് അനുസരിച്ച് ആ ഡിവൈസിൻ്റെ സ്ക്രീൻ നമുക്ക് ഓപ്പൺ ആവുമ്പോൾ തന്നെ വലുതായിട്ടും ചെറുതായിട്ടും മാറുന്നു. എന്നാൽ അതിലെ കണ്ടൻസിനൊന്നും വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ആ രീതിയിൽ നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്നുള്ളത്. അപ്പോൾ ടാബിൽ ഓപ്പൺ ചെയ്താൽ അതനുസരിച്ച് ചേഞ്ച് ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ഏത് ഡിവൈസ് ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്താലും അതനുസരിച്ച് ആ സൈസ് ഓഫ് ദ സ്ക്രീൻ എത്രത്തോളം വലുതാണോ ചെറുതാണോ അതനുസരിച്ച് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന വെബ്സൈറ്റ് ആയാലും ആപ്ലിക്കേഷൻ ആയാലും അതിൻ്റെ സ്ക്രീൻ സൈസും മാറുന്നു.